ടാലിയിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടാലിയിൽ മുൻപ് വേറെ കമ്പനികൾ ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീനാണ് ലഭിക്കുന്നത്. ഈ സ്ക്രീനിലുള്ള ക്രിയേറ്റ് കമ്പനി എന്ന ബട്ടണിൽ പ്രസ് ചെയ്യണം. നമ്മുടെ ടാലിയിൽ മറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ ടാലി ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ കിട്ടും. ഇവിടെ വലതുവശത്ത് കാണുന്ന ബട്ടൺ ടൂൾബാറിൽ നിന്നും കമ്പനി ഇൻഫോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനായുള്ള ഷോർട്ട്കട്ട് കീ Alt F3 ആണ്. ഷോർട്ട്കട്ട് കീ ഏതാണെന്ന് ഓരോ ബട്ടണിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒരു ഷോർട്ട്കട്ട് കീയുടെ അടിയിൽ ഒരു ലൈൻ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം Alt കീ പ്രസ് ചെയ്തുകൊണ്ടാണ് ആ ഷോർട്ട്കട്ട് കീ പ്രസ് ചെയ്യേണ്ടത് എന്നാണ്. Alt F3 പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനി ഇൻഫോ എന്നുള്ള ഈ വിൻഡോയിൽ എത്തും. അവിടെ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ടാലി പഠിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും മൗസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് കീബോർഡ് ഷോർട്ട്കട്ടുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ സ്പീഡ് വർദ്ധിപ്പിക്കും. ടാലിയിൽ ഏത് വിൻഡോ ഓപ്പൺ ആയാലും അതിലെ ഓപ്ഷൻസിലെ ഏതെങ്കിലും ഒരു ലെറ്റർ ബോൾഡായി ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ആ ഓപ്ഷൻ്റെ ഷോർട്ട്കട്ട് കീ. ഇവിടെ C എന്ന ലെറ്ററാണ് ബോൾഡായി ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കീബോർഡിൽ C എന്ന കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷൻ എന്നുള്ള ഈ വിൻഡോയിൽ എത്തും. ഡിഫോൾട്ടായി നമ്മൾ നെയിം എന്നുള്ള ഇവിടെയാണ് എത്തുക. അതിനു മുകളിലായി ഡയറക്ടറി എന്ന് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെ സേവ് ആകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. സാധാരണയായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ടാലിയുടെ ഫോൾഡറിൽ ഡാറ്റ എന്നൊരു ഫോൾഡർ ഉണ്ടാകും. ഇതിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ തുടർന്നുള്ള എല്ലാ ഡാറ്റയും സേവ് ആകുന്നത്. ആവശ്യമെങ്കിൽ ബാക്ക്സ്പേസ് കീ പ്രസ് ചെയ്ത് നമുക്കിഷ്ടമുള്ള മറ്റൊരു ഫോൾഡർ പാത്ത് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഡാറ്റ ഈ പുതിയ ഫോൾഡറിൽ സേവ് ആകുന്നതാണ്. നെയിം എന്നുള്ള ഇവിടെ നമ്മൾ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക. തുടർന്ന് മെയിലിംഗ് നെയിം, അഡ്രസ്, കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്, എന്നിവ എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായി നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് മുതലുള്ള 12 മാസമായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. April 1, 2020 സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തതിനാൽ April 1, 2020 മുതൽ March 31, 2021 വരെ ആയിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അതിനു താഴെയായി നമ്മുടെ അക്കൗണ്ട് ബുക്ക് എന്ന് മുതലാണ് തുടങ്ങേണ്ടത് എന്ന് കൊടുക്കണം. ഡിഫോൾട്ടായി ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഡേറ്റ് തന്നെ താഴെയും വരും. നമ്മുടെ ബുക്ക് തുടങ്ങുന്നത് ഒരു വർഷത്തിൻ്റെ ഇടയിലുള്ള വേറെ ഏതെങ്കിലും ഡേറ്റിലാണെങ്കിൽ ആ ഡേറ്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ള ഈ ഭാഗമാണ്. ഇവിടെ ടാലി വോൾട്ട് പാസ്വേഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ ആവശ്യമെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് നൽകാം. വീണ്ടും അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്താൽ ഇത് ആക്റ്റീവ് ആകും. അങ്ങനെ പാസ്വേഡ് നൽകുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തായിരിക്കും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുക. ഓരോ തവണയും ടാലി ഓപ്പൺ ആക്കി നമ്മൾ ഈ കമ്പനി തുറക്കുമ്പോൾ വരുന്ന വിൻഡോയിൽ കറക്റ്റായ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ കമ്പനി ഓപ്പണായി ഡാറ്റ എൻ്റർ ചെയ്യാനും റിപ്പോർട്ടുകൾ കാണാനും കഴിയുകയുള്ളൂ. ആവശ്യമില്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് ഈ ഫീൽഡുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ എസ് എന്ന് ടൈപ്പ് ചെയ്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ ഓരോ യൂസേഴ്സിനും എന്തൊക്കെ ആക്സസ് ചെയ്യാം, ഏതൊക്കെ എൻ്റർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമില്ലെങ്കിൽ ഇവിടെ നോ എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഫീൽഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്
നമ്മുടെ അക്കൗണ്ട്സ് ഏത് കറൻസിയിലാണോ കീപ്പ് ചെയ്യുന്നത് ആ ബേസ് കറൻസിയുടെ ഡീറ്റെയിൽസ് ആണ്. മുകളിൽ നമ്മൾ കമ്പനിയുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുത്ത സമയത്ത് കൊടുത്ത കൺട്രിയുടെ കറൻസി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇത് നോക്കിയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നൽകി കഴിഞ്ഞു. ഇത്രയും ആയി കഴിയുമ്പോൾ ആക്സെപ്റ്റ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് ലഭിക്കും. ഈ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്തോ എസ് എന്നുള്ളതിന് കീബോർഡിൽ വൈ എന്ന കീ പ്രസ് ചെയ്തോ നമുക്കിത് കൺഫേം ചെയ്യാം. നമ്മൾ ഇപ്പോൾ വിജയകരമായി നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടാലി സോഫ്റ്റ്വെയറിൽ ഒന്നിൽ കൂടുതൽ കമ്പനികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ടൂൾബാറിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് കമ്പനി എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്തോ കീബോർഡിൽ F1 കീ പ്രസ് ചെയ്തോ നമ്മുടെ ടാലിയിലുള്ള എല്ലാ കമ്പനിയുടെയും ലിസ്റ്റ് നമുക്ക് എടുക്കാം. സാധാരണയായി ഓരോ കമ്പനിയുടെയും പേര് അത് ഏത് നമ്പറിലാണോ ഡാറ്റ ഫോൾഡറിൽ സേവ് ആക്കിയിരിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ് തുടങ്ങിയവ ഈ ലിസ്റ്റിൽ നമുക്ക് കാണാം. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടാലി വോൾട്ട് പാസ്വേഡ് കൊടുത്ത് ഡാറ്റ സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കമ്പനിയുടെ പേരോ ഡേറ്റുകളോ ഒന്നും കാണാതെ കമ്പനി നമ്പർ മാത്രമേ കാണാൻ സാധിക്കൂ. ഈ കമ്പനി സെലക്ട് ചെയ്താൽ ടാലി വോൾട്ട് പാസ്വേഡ് എന്നുള്ള ഈ ബോക്സിൽ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കമ്പനി ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കമ്പനി ഓപ്പൺ ആക്കി വർക്ക് ചെയ്യാം. ആവശ്യമില്ലാത്തത് Alt F3 പ്രസ് ചെയ്ത് കമ്പനി ഇൻഫോയിൽ നിന്ന് ഷട്ട് കമ്പനി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്യാം. അതേസമയം നമ്മുടെ കമ്പനി ലിസ്റ്റിൽ നിന്നും എത്ര കമ്പനികൾ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത കമ്പനികളെല്ലാം ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കമ്പനീസ് എന്നുള്ള ഈ ഭാഗത്ത് കാണാം. ഒരു കമ്പനിയിൽ ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അടുത്ത കമ്പനി ഓപ്പൺ ചെയ്യുന്നതിന് പകരം ലിസ്റ്റ് ഓഫ് കമ്പനീസ് എന്നുള്ള ഈ ഭാഗത്ത് കാണുന്ന ലിസ്റ്റിൽ നിന്നും നമുക്ക് ഇനി വർക്ക് ചെയ്യാനുള്ള കമ്പനിയുടെ പേരിൽ ക്ലിക്ക് ചെയ്താൽ ആ കമ്പനി സെലക്ട് ആവുകയും നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിലെ F1 ബട്ടൺ പ്രസ് ചെയ്ത് ആവശ്യമുള്ള കമ്പനികൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. ഇവിടെ ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കമ്പനീസിൽ ABC ലിമിറ്റഡ് ബോൾഡ് ആയിട്ടാണ് ഉള്ളത്. അതായത് ലിസ്റ്റ് ഓഫ് കമ്പനീസിൽ നിന്ന് ABC ലിമിറ്റഡ് ആണ് കറൻ്റ്ലി സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയുടെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങി എന്തെങ്കിലും ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണമെന്ന് പിന്നീട് നമുക്ക് തോന്നിയാൽ Alt F3 പ്രസ് ചെയ്ത് കമ്പനി ഇൻഫോ വിൻഡോയിൽ നിന്നും ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഓപ്പൺ ആയിരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് കിട്ടും. ഇതിൽ നിന്നും ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യേണ്ട കമ്പനി സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്ത് അവസാനം വരുന്ന ആക്സെപ്റ്റ് എന്ന ഡയലോഗ് ബോക്സിൽ എസ് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ടാലിയിൽ ഒരു പുതിയ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒന്നിലധികം കമ്പനികൾ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്ത കമ്പനികൾ എങ്ങനെ ക്ലോസ് ചെയ്യാം, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ ഏതെങ്കിലും ഡീറ്റെയിൽസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം ഇവയാണ്. അടുത്ത സെഷനിൽ ലെഡ്ജറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ട്രാൻസാക്ഷൻസ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് മുടങ്ങാതെ കാണുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.